ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമിഗോസ്. Aline nighty ഒരു പുതിയ മോഡലിൽ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ 4 മടക്കാക്കിയിട്ട് വേണം ഇത് മടക്കി വെക്കാൻ. ഇത് ഞാനൊരു ബിറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോത്ത് എടുക്കാം. ഞാൻ നെക്കിൻ്റെ വിടുത്ത് അടയാളപ്പെടുത്തുന്നത് 2.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചും. ഒരു നോർമൽ ഹൈറ്റുള്ളവർക്കൊക്കെ ഇതേ ലെങ്ത്ത് മതി. ഇതൊന്ന് കർവ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തണം. 7.5 ഇഞ്ചാണ് ഞാൻ എൻ്റെ ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആ 7.5 കൂടെ ഒരു 4 ഇഞ്ച് കൂട്ടിയിട്ട് 7.25 ഇഞ്ചാണ് ഞാൻ ആം ഹോൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അതിനൊരു സ്ട്രൈറ്റ് ലൈൻ കൊടുത്തിട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വണ്ണത്തിൻ്റെ കൂടെ 8 ഇഞ്ചാണ് ഇതിന് കൂട്ടേണ്ടത്. അപ്പോൾ ഞാനൊരു 12 ഇഞ്ചാണ് എൻ്റെ വിടുത്ത് എടുത്തിട്ടുള്ളത്. ഞാൻ അധികമൊന്നും ഷേപ്പ് ചെയ്യണില്ല, ഒരു 1/2 ഇഞ്ച് മാത്രമേ ഷേപ്പ് ചെയ്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ ഇവിടെ മുകളിൽ ആം ഹോളിൻ്റെ അവിടെ 12 ഇഞ്ചിലാണെങ്കിൽ നമ്മുടെ ഷേപ്പിൻ്റെ അവിടെ 12 ഇഞ്ചേ ഉള്ളൂ. ഇനി നമ്മുടെ ബാക്കും ഫ്രണ്ടും കൂടെ ഒന്നിച്ച് ബാക്ക് നെക്ക് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ആം ഹോളും ബോഡി പാർട്ടും മൊത്തമായിട്ടും കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ലെങ്ത്തിന് 2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ. അടിയിൽ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ക്ലോത്ത്, 3 ഇഞ്ച് എക്സ്ട്രാ ക്ലോത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഇഞ്ച് കട്ട് ചെയ്ത് കളയണുള്ളൂ. തയ്യൽ തുമ്പൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു 3 ഇഞ്ചിൻ്റെത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്ക് അടിവശം കട്ട് ചെയ്തു. ഇനി അതിൻ്റെ ഷോൾഡർ ഭാഗം 2 സെപ്പറേഷൻ ചെയ്തു കേട്ടോ. ഇനി ഫ്രണ്ട് നെക്ക് മാത്രം, ഫ്രണ്ട് പാർട്ട് മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വരച്ചിട്ട അതിൽ കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നൈറ്റി കട്ട് ചെയ്തെടുത്തു. ഇനി സ്ലീവാണ്. സ്ലീവ് ഇത് ആ സ്ലീവിൻ്റെ ആം ഹോൾ കട്ട് ചെയ്ത് അവിടെ തന്നെ ചെറുതായിട്ടൊന്നും കൂടെ കർവ് ചെയ്തിട്ട് അടിയിലോട്ട് 1 ഇഞ്ചും കൂടെ ഇറക്കിയിട്ട് വേണം സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ലെങ്ത്ത് കൂട്ടേണ്ടവർക്കാണെങ്കിൽ ഈ സൈഡ് പീസ് തന്നെ എടുത്തിട്ട് കൂട്ടി കൊടുക്കുക. എനിക്ക് കുറച്ച് ലെങ്ത്ത് വേണം, അതുകൊണ്ട് ഞാൻ ഈ സൈഡ് പീസ് ഒന്ന് സ്ട്രൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. സ്ലീവിൻ്റെ ലെങ്ത്ത് ഇഷ്ടമില്ലാത്തവർക്ക് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് എഴുതുമ്പോൾ തന്നെ എല്ലാം ഒരു പീക്കോക്ക് പച്ചയുടെ ഒരു 2.5 ഇഞ്ചിൻ്റെ ഒരു ക്ലോത്ത് എടുക്കുന്നുണ്ട് എൻ്റെ സ്ലീവിന് വെക്കാൻ. അതുപോലെ തന്നെ ബോഡി പാർട്ടിൻ്റെ അടിവശത്ത് വെക്കാനും 3.5 ഇഞ്ചിൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല ലെങ്ത്തിലെടുക്കണം, നമുക്ക് പ്ലീറ്റ് ഇടാനുള്ളതാണ്. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്കൊന്ന് തയ്ച്ചെടുക്കാം. 3/4 ഇഞ്ച് മുതൽ 1 ഇഞ്ച് വരെയുള്ള വീതിയുള്ള പീസാണ് നമ്മൾ നെക്കിന് വെച്ചെടുക്കുന്നത്. അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് തന്നെ മതി. ഈ വളവില്ലടുത്തൊക്കെ നമ്മൾ ആ കർവുള്ള ഭാഗത്തൊക്കെ ഒരു 2 പ്ലീറ്റ് വീതം ഇട്ട് കൊടുക്കുക. തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ആ പ്ലീറ്റ് ഇട്ട ഭാഗത്ത് തന്നെ ഒരു 2-3 കട്ടിങ് കൊടുക്കുക കേട്ടോ. നമ്മൾ നൂല് പൊട്ടാത്ത അത്ര അടുത്താക്കിയിട്ട് കട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ വെച്ചെടുത്ത ഈ പീസ് ഉള്ളിലോട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളെ കൈ കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ തുണി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെക്ക് നമുക്ക് കിട്ടും, നമുക്ക് തയ്ക്കാനൊക്കെ എളുപ്പമാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വെച്ച് കൊടുത്ത പീസിനെ നല്ലോണം പ്രസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം വേണം തയ്ച്ചെടുക്കാൻ. അപ്പോൾ ഫ്രണ്ട് പീസ് നെക്കിന് ചുറ്റും ഒന്ന് തയ്ച്ചെടുക്കുക. അതിനുശേഷം ബാക്ക് പീസും തയ്ച്ചെടുക്കണം. ഇതുപോലെ തന്നെ ബാക്ക് പീസും ഒരു പീസ് വെച്ചിട്ട് സ്ട്രൈറ്റ് പീസ് മതി, ക്രോസ് പീസ് വേണമെന്നൊന്നുമില്ല. നമ്മൾ അവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക, ആ കർവുള്ള ഭാഗത്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ തയ്ച്ചതിന് ശേഷം ഇനി പ്രസ് അടി കൊടുക്കാനായിട്ടില്ല. നമ്മൾ ഷോൾഡർ 2 കൂട്ടിന് ശേഷം പ്രസ് അടി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ഒന്നിച്ച് വെക്കുക. അതിനുശേഷം ഈ തയ്ച്ചതിൻ്റെ അറ്റത്ത് ഉള്ളിലോട്ട് ശരിക്ക് ഒപ്പാക്കി വെച്ചിട്ട് ഇനി നമ്മൾ ഈ തയ്ച്ച ഈ പീസും കൂടെ അതിൻ്റെ കൂട്ടിയിട്ട് വേണം കേട്ടോ തയ്ക്കാൻ. അങ്ങനെ 2 ഷോൾഡറും ഇങ്ങനെ കൂട്ടി തയ്ക്കുക. ഇപ്പോൾ ഞാൻ അങ്ങനെ കൂട്ടി തയ്ച്ചു. ഇനി നമുക്ക് ഇങ്ങനെ മറിച്ചെടുക്കുമ്പോൾ
ഈ തയ്യൽ തുമ്പൊക്കെ ആ ചെറിയ പീസ് വെച്ചതിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ നല്ല കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെക്കായി കിട്ടും. ഷോൾഡറൊക്കെ നല്ല വൃത്തിയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ മേലെ കൂടെ ബാക്ക് നെക്ക് മാത്രം ഒരു പ്രസ് അടി കൊടുക്കുക കേട്ടോ. തയ്ക്കണതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല, കുറേ ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ ദാ ഞാൻ ബാക്ക് നെക്കും തയ്ച്ചെടുത്തു. ഷോൾഡർ അതിന് മുന്നേ നമ്മൾ കൂട്ടിയതല്ലേ. അപ്പോൾ ഇനി നമുക്ക് സ്ലീവാണ്. ഞാൻ സ്ലീവിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന പീസ് ഞാനൊന്ന് കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് യോജിപ്പിച്ചു. അതിന് ശേഷം നമുക്കിത് ഈ ക്ലോത്തിൻ്റെ പീസ് തന്നെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഡിസൈനുള്ള പീസാണെങ്കിൽ എങ്ങനെ നമ്മളിഷ്ടമുള്ള പീസ് കൊടുക്കുക കേട്ടോ. ഞാനിതൊരു 2.5 ഇഞ്ചുള്ള പീസാണ് എടുത്തത്. അതിൻ്റെ വക്കൊന്നൊരു 4 ഇഞ്ചിൽ മടക്കി തയ്ക്കണുണ്ട്. അത് ഞാൻ ഇപ്പോൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി ഇതുമ്മേ ചെറിയ ഫ്രില്ലാക്കിയിട്ട് നമ്മളിഷ്ടത്തിനനുസരിച്ച് ചെറുതോ വലുതോ എങ്ങനെയും ഫ്രില്ലിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഫ്രില്ലിട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് പതിച്ചടി കൊടുക്കണം. അതായത് കാണില്ല ക്യാമറയിൽ, ഇത് നന്നായി ഞാൻ ഒരു പതിച്ചടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഞെറിവിങ്ങനെ ഇങ്ങോട്ട് മറിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. ഇനി നമ്മൾ സ്ലീവ് ബോഡി പാർട്ടുമ്പോൾ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ബോഡി പാർട്ടിൽ സ്ലീവ് രണ്ടും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി സ്ലീവ് മുതൽ താഴേക്ക് ഒരു ഭാഗം മാത്രം ഒന്ന് കൂട്ടി യോജിപ്പിക്കുക കേട്ടോ. നമുക്ക് ഷേപ്പ് എത്രയാണോ എത്രയാണോ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അതിനനുസരിച്ച് ഒന്നിച്ച് വെച്ചിട്ട് വേണം യോജിപ്പിച്ചെടുക്കാൻ. അതിപ്പോൾ ഞാൻ യോജിപ്പിച്ചെടുത്തു. ഒരു ഭാഗം ഒന്നിച്ച് യോജിപ്പിച്ചെടുത്തു കേട്ടോ. ഇനി അടിവശത്ത് ഒരു ഭാഗത്ത് അതിൻ്റെ നല്ല വശത്തു നിന്ന് നമ്മൾ അടിവശത്ത് ഫ്രില്ല് കൊടുക്കണം. ഞാനൊരു 3.5 ഇഞ്ചിൻ്റെ പീസാണ് ഇത് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിവശം ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ഫ്രില്ലിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി മറ്റേ ഭാഗം കൂടെ തമ്മിൽ യോജിപ്പിക്കുകയാണ്. 2 ഭാഗം ഞാൻ കൂട്ടി തയ്ച്ചു. അപ്പോൾ ഇനി നമ്മളെ നൈറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒരു വെറൈറ്റി അല്ലേ. അപ്പോൾ ഇതിലേക്ക് നമ്മളെ ഈ ക്ലോത്ത് തന്നെ ഉണ്ടെങ്കിൽ അതന്നെ ഞെറിവ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രിൻ്റുള്ള ഇതേപോലെ പ്രിൻ്റുള്ളതൊക്കെ ആണെങ്കിൽ ആ പ്രിൻറ്റിൽ പെട്ട ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് നമുക്കിങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കുക. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.